അപ്പോൾ നമ്മുടെ അടുത്തൊരു കോളേജിൻ്റെ വർക്ക് കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാലാജി സാറിൻ്റെ വണ്ടിയാണ്. നമ്മൾ റെഗുലറായിട്ട് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടി തന്നെയാണ്. ഏകദേശം 200 ചില്ലാനും കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു സാറിൻ്റെ അവിടെ നിന്ന് നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് പറ്റും. അപ്പോൾ ഇതിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ സർവീസ് 10K സർവീസ്, അതുപോലെ തന്നെ ചെറിയ ചെറിയ ആക്സസറീസ് ഫിറ്റ്മെൻറ്റിനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് തന്നെ. അപ്പോൾ ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് മിററും കാര്യങ്ങളും, ഹൈലക്സിൻ്റെ മിറർ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പോയ സർവീസിൽ സാറ് എപ്പോഴും ഫുള്ളായിട്ട് ചെയ്യാതെ പാർട്ടായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ സർവീസിന് വരുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടാണ് അങ്ങനെ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ സർവീസിന് വന്ന് കുറേ കാര്യങ്ങൾ ഇൻറ്റീരിയറിലാണെന്നുണ്ടെങ്കിൽ മിററിൻ്റെ കാര്യമാണെങ്കിലും ശരി, അങ്ങനെയൊക്കെ കുറേ ഫിറ്റ്മെൻറ്റുകൾ സാറ് ചെയ്തു. ഇപ്പോൾ ഇപ്രാവശ്യം വന്നിട്ട് ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 10K സർവീസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിന് ചെറിയൊരു ടൈറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ AC-യുടെ സൗണ്ട്, ബെൽറ്റിൻ്റെ സൗണ്ട്, AC-യുടെ ബെൽറ്റ് ലൂസായിട്ട് സൗണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു, ആ ഒരു കംപ്ലൈൻറ്റ്. പിന്നെ ബാക്കിലെ ഡിക്കിയിൽ പൊതുവെ ഉണ്ടാകുന്ന ആ ഇൻറ്റീരിയറിൽ എക്സ്റ്റീരിയറിൽ ഉണ്ടാകുന്ന സർവീസിൻ്റെ ഭാഗമായിട്ടുള്ള സൗണ്ടുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മൊത്തം ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ 10K സർവീസ്, പിന്നെ എല്ലാ പാർട്സുകളും ഒറിജിനൽ പാർട്സ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സാറും ഷോറൂമിലാണ് സർവീസ് ചെയ്തുകൊണ്ടിരുന്നത് നേരത്തെ. അപ്പോൾ ആ ഒരു ജെന്യൂനിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാ പാർട്സുകളും ഒറിജിനൽ പാർട്സ് ഇട്ടിട്ട് തന്നെ, ഡീസൽ ഫിൽറ്റർ ആണെങ്കിലും ഓയിൽ ഫിൽറ്റർ ആണെന്നുണ്ടെങ്കിലും എല്ലാം നമ്മൾ ഒറിജിനൽ പാർട്സ് ഇട്ടിട്ട് തന്നെ ഇതിനകത്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡീഷണലായിട്ട് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ്ട്രാ ഫോഗ് ലാമ്പ് 2 ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ടിൽ വരുന്നത്. അതുകൂടാതെ നമ്മൾ സ്കേർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ സ്കേർട്ട് ഉണ്ടായിരുന്നില്ല, അപ്പോൾ സ്കേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുള്ള് സിൽവർ നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. എല്ലാം ചുറ്റുഭാഗമുള്ള സിൽവർ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് സിൽവർ എന്നല്ല പറയുന്നത്, നമുക്കൊരു സിൽക്കി ഗോൾഡ് വരുന്ന ആ ഒരു ടൈപ്പിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ റെഡ് കോമ്പിനേഷന് കറക്റ്റ് മാച്ചിങ് ഈ ഒരു ഗോൾഡാണ്. സിൽവർ അടിച്ച് കഴിഞ്ഞാൽ വേറെ എന്തോ തെറിച്ച് നിൽക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഗോൾഡ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്, പ്രത്യേക ലുക്കാണ് ഇതിൽ. ഈ ഗോൾഡിലേക്ക് എപ്പോഴും ഈ റെഡിലേക്ക് ഗോൾഡ് ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. സാറ് പറഞ്ഞതും അത് തന്നെയാണ്, ആ ഗോൾഡിഷ് പോകരുതെന്ന് പറഞ്ഞിട്ട് അത് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫുഡ് സ്റ്റെപ്പിൻ്റെ മേലെ ഗ്യാപ്പായിരുന്നു, FS-നൊക്കെ വരുന്നത് പോലെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഫുള്ളി ഫില്ല് ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ഒരു സ്റ്റീൽ, നമ്മൾ പാച്ച് വർക്ക് ചെയ്യുന്ന സ്റ്റീൽ തന്നെ വെച്ചിട്ട് ഫുള്ളി അത് ക്ലിയർ ചെയ്ത് സെറ്റാക്കി അതിനകത്ത് പെയിൻറ്റും ചെയ്തിട്ടുണ്ട്. ആ പെയിൻറ്റ് ചെയ്യുന്നതിനൂടെ ഫുഡ് സ്റ്റെപ്പ് നേരെ സിൽവർ കളർ പെയിൻ്റ് ആയിരുന്നു, അത് മാറ്റി നമ്മൾ അതേ ഗോൾഡിഷ് കളറിലേക്ക് തന്നെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണിപ്പോൾ ഫ്രണ്ടിൽ ഉണ്ടായ മാറ്റങ്ങൾ. പിന്നെ അതുപോലെ നമ്മൾ സർവീസ് ചെയ്യുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ഇതിൽ മെയിനായിട്ട് കോളിസിൽ ഒരു 5000-ന് സർവീസ് ചെയ്യുമ്പോഴും എല്ലാ ഡിക്കി, ഡോർ ഹിഞ്ചസ് കാര്യങ്ങളെല്ലാം ലൂബ് ചെയ്യണം. അത് എല്ലാ സർവീസിലും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ എല്ലാ ബെൽറ്റ് ടൈറ്റ് ചെയ്യണം. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം ഇപ്പോൾ ബെൽറ്റ് മാറി വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2000 കിലോമീറ്റർ കഴിഞ്ഞാൽ അത് ലൂസായി തുടങ്ങും. ബെൽറ്റ് ബെൽറ്റാണ് വരുന്നത്. അത് ഒറിജിനൽ ബെൽറ്റ് തന്നെ ഇടണം അതിനകത്ത്, ഒന്നാമത്തത്. എന്നാൽ ഒരു 2000 കിലോമീറ്റർ ആകുമ്പോൾ അത് ലൂസായി തുടങ്ങും. അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് വീണ്ടും ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ആ ഒരു 5000 കിലോമീറ്റർ സർവീസിൽ നമുക്കത് കംപ്ലീറ്റും ടൈറ്റ് ചെയ്ത് കൊടുക്കുക തന്നെ വേണം. പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാ ഫിറ്റ് ചെയ്യുന്ന സംഭവം ഞാൻ പല ആൾക്കാരും നമുക്ക് ഇവിടെ നിന്ന് ചെയ്തു പോയിട്ടാണെന്നുണ്ടെങ്കിൽ ചെറിയ ഇഷ്യൂസുകൾ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. എക്സ്ട്രാ ഫിറ്റ് ചെയ്യുന്ന ഏത് സാധനം ആയിക്കോട്ടെ, ആ സാധനങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾ നോക്കി ഇടയ്ക്കിടയ്ക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്ട്രാ ഫിറ്റ്മെൻറ്റാണ്, ജെന്യൂനിറ്റിയിലല്ല നിൽക്കുക. അപ്പോൾ ഇത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോഗ് ലാമ്പ് പറയുകയാണെങ്കിൽ നമ്മൾ ഈ 2 ഫോഗ് ലാമ്പിൻ്റെ ക്ലാമ്പ് ബാക്കിലിരിക്കുന്ന ഒരു ബോൾട്ട് ചെയ്തിട്ടായിരിക്കുന്നത്, 12 ബോൾട്ട് ചെയ്തിട്ടായിരിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ മേ ബി ഇത് വൈബ്രേഷൻ ഉണ്ടാവും. ഡീസൽ വണ്ടിയാണ്, അതുപോലെ നമ്മൾ പോകുന്ന ഇതും റോഡൊക്കെ ഇതാക്കിയിട്ട് വൈബ്രേഷൻ ഉണ്ടാകുമ്പോൾ ഫോഗ് ലാമ്പിൻ്റെ ലെഗ് ലൂസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അത് ചെക്ക് ചെയ്ത് തന്നെ നോക്കണം. അതുപോലെ തന്നെ ബാക്കിൽ വരുന്ന മഫ്ലറും ഇടയ്ക്കിടയ്ക്ക് തന്നെ നിങ്ങളത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം, ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെൽഡടിച്ച് വിട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഈ ഹൈലക്സിൻ്റെ മിറർ പിടിപ്പിക്കുമ്പോൾ ചരിഞ്ഞ് നിൽക്കുന്നൊരു രീതിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മിറർ കറക്റ്റ് സീറ്റിംഗ് അല്ലാതെ ഒരു ചരിഞ്ഞ് നിൽക്കുന്നത്. ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തത് കറക്റ്റ് സീറ്റിങ്ങാണ്. ഒരു ബോൾട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഒരു എക്സ്ട്രാ ഒരു ബോൾട്ട് ജെന്യൂൻ ബോൾട്ട് തന്നെ ആയിരിക്കും. മറ്റേത് കുറച്ച് ഒന്ന് ഇതാക്കിയിട്ട് ഇട്ടാൽ മതി. പിന്നെ അടിയിൽ ഇവിടെയൊക്കെ കുറേ പീസുകളൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നും ഇതിനകത്തില്ല. ഇതിപ്പോൾ തന്നെ നോക്കിക്കോ, നിങ്ങൾക്ക് ചെറിയൊരു ഗ്യാപ്പ് അല്ലാതെ ആ ബോഡിയോട് കൂടി തന്നെ ചേർന്ന് നിൽക്കുന്നത് പോലെ തോന്നും. പക്ഷേ ചരിച്ചലോ പിടിച്ചലോ ഒന്നും തന്നെ ഉണ്ടാവില്ല. കറക്റ്റ് സ്ട്രൈറ്റ് ആയിരിക്കും. മനസ്സിലായോ? ഒരു ചരിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഗ്യാപ്പും വളരെ കുറവായിരിക്കും.
അതിൻ്റെ ഇടയിൽ പീസ് വെച്ച് സ്ട്രൈറ്റ് ആക്കി നിവർത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതൊരു എക്സ്ട്രാ പണിയുമാണ്. അതും ബുദ്ധിമുട്ട് തന്നെയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് കറക്റ്റ് സീറ്റിംഗ് ആയിരിക്കും. കുറച്ച് കയറ്റ് വെക്കണം. ഇവിടെ നിന്ന് കുറച്ച് കയറ്റ് പൊക്കി വെച്ചതിന് ശേഷം ബോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ബോൾട്ട് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു അഡ്ജസ്റ്റിങ് നമുക്ക് ചരിവ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാനായിട്ടുള്ളൊരു ബോൾട്ടും ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത്ര ഇതിനകത്ത് ചെയ്യാനുള്ളൂ. വേറെ കൂടുതലായിട്ട് എന്താ പറയുക, ഈ മിറർ പിടിപ്പിക്കാൻ തലവേണ്ട കേസൊന്നുമില്ല. ജെന്യൂൻ ബോൾട്ട് ഒരെണ്ണം ഉണ്ടാവും, പിന്നെ ഒരു ബോൾട്ട് നമ്മൾ എക്സ്ട്രാ ഹോൾ ഇട്ടിട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് ഫ്രണ്ടിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റം. എക്സ്ട്രാ ഫോഗ്രാമ്പ് സെറ്റ് ചെയ്തു, സ്കേർട്ട് സെറ്റ് ചെയ്തു. പിന്നെ മൊത്തത്തിലൊരു പോളിഷ് അടിച്ചിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1.5-2 വർഷത്തോളമായി. അപ്പോൾ ഒരു 3M പോളിഷ് നമ്മളിതിനകത്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ബാക്ക് റോയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതേപോലെ തന്നെ സ്കേർട്ട് ബാക്കിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ല, അതിൽ ഡബിൾ മഫ്ലർ, അത് സാറിൻ്റെ പ്രത്യേക റിക്വസ്റ്റാണ്. ഡബിൾ മഫ്ലർ വേണമെന്നുള്ളത്. ലിപ്പില്ല, സ്കേർട്ട് മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്കേർട്ട് മാത്രം നമ്മൾ സെറ്റ് ചെയ്തിട്ട് ആ സ്കേർട്ടിൽ 2 ലൈറ്റും കൊടുത്ത് ബാക്കിലേക്ക് ആ എക്സോസ്റ്റിൻ്റെ പൈപ്പും മഫ്ലറും ഡബിൾ മഫ്ലർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് ലൈറ്റൊന്നും ഇല്ലാത്ത ടൈപ്പാണ്, ഹൈഡ്രോ ടിപ്പിങ് വരുന്നതാണ്. ലൈറ്റൊന്നും ഇതിനകത്തില്ല. ആ ഒരു രീതിക്ക് തന്നെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു മാറ്റം വരുത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ ഹൈഡ്രോ ടിപ്പിങ് ചെയ്തിട്ടുണ്ട്. അതും സാറുടെ റിക്വസ്റ്റ് പ്രകാരം ചെയ്ത് തന്നെയാണ് ഹൈഡ്രോ ടിപ്പിങ്. കറക്റ്റ് RSൻ്റെ അതേ ഒരു ടൈപ്പല്ല എങ്കിലും അതിനോട് സാമ്യം വരുന്ന ഒരു ടൂണിലേക്കാണ് കൊണ്ടുവരുന്നത്. ഈ ഒരു ടിപ്പിംഗ് ആണ് ഇപ്പോൾ നമുക്ക് നിലവിൽ കിട്ടുന്നത്. നമ്മൾ കൊടുക്കുന്ന അവിടെ വേറെ അവിടെ ഉണ്ടാവുമായിരിക്കും, പക്ഷേങ്കിൽ നമ്മൾ കൊടുക്കുന്ന അവിടെ കിട്ടുന്ന ടിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈപ്പിലാണ് കിട്ടുന്നത് തന്നെ. അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ലുക്കാണ്. ആ ബ്ലാക്കിലേക്ക് ഈ ഒരു കോമ്പിനേഷൻ കറക്റ്റ് ആകുന്നുണ്ട്. ഇതിലൊരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നതുകൊണ്ട് ഈ ഒരു ബ്ലാക്കിലേക്ക് ആക്കുമ്പോൾ ആ ഒരു ഒരു കറക്റ്റ് ലെവലിലേക്ക് വരുന്നുണ്ട്. പിന്നെ അതുപോലെ സെൻട്രൽ കൺസോളിൻ്റെ ഈ ഒരു ഭാഗം, ഹാൻഡ് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ പാച്ച് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് ആ ഒരു ഭാഗം കൂടെ നമ്മളത് ക്ലോസ് ചെയ്തിട്ട് അതും ഹൈഡ്രോ ഡിപ്പിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഉൾഭാഗത്ത് നമുക്ക് ഡിപ്പിങ് ഉള്ളിലേക്ക് കയറാത്തതുകൊണ്ട് നമ്മളത് പിയാനോ ബ്ലാക്ക് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്ന മാറ്റം ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം നേരത്തെ നമ്മൾ ചെയ്തതാണ്. വണ്ടിക്കകത്ത് കുറേ വർക്കുകളൊക്കെ ചെയ്തതാണ്. പിന്നെ സാറ് പറഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ ഇനോവയുടെ സീറ്റായിരിക്കുന്നത്, അത് RSൻ്റെ സീറ്റാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പക്ഷേങ്കിൽ അതിന് കിട്ടാത്തത് കൊണ്ട് നമ്മളത് അത് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇനോവയുടെ സീറ്റ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. വേറെ മാറ്റങ്ങളൊന്നും അതിനകത്ത് വരുത്തിയിട്ടില്ല. അപ്പോൾ ഇൻറ്റീരിയറിൽ ചെയ്തിരിക്കുന്ന ഹൈഡ്രോ ടിപ്പിംഗ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എല്ലാ വണ്ടിക്കും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇനിയുള്ള ഒരുപാട് നമ്മൾ ഫസ്റ്റ് ഇട്ടതെന്ന് തന്നെ ഒരുപാട് കസ്റ്റമർക്ക് നമുക്ക് ഇതുപോലെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പിൽ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ സാർക്ക് കംപ്ലയിൻറ്റ് ഈ മീറ്ററിൻ്റെ ഉള്ളിൽ നല്ലോണം പൊടി കയറിയതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിന്നെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പൊടിയും കാര്യങ്ങളൊക്കെ അഴിച്ചിട്ട് നീറ്റാക്കി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻറ്റീരിയറാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും